ഇസ്രായേലി സൈനിക മേധാവി സ്ഥാനം രാജിവെക്കുകയാണെന്ന് ഹെർസി ഹലേവി അറിയിച്ചു. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. ഹലേവിക്ക് പകരം ആരെന്ന് തീരുമാനമായിട്ടില്ല. മാർച്ചിൽ താൻ ചുമതല ഒഴിയുമെന്നാണ് ഹലേവി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെ രേഖാമൂലം അറിയിച്ചത്. സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡ് മേധാവി യാരോൺ ഫിൻകെഷ്മാനും രാജി പ്രഖ്യാപിച്ചു. ഹമാസ് ആക്രമണത്തിന് ശേഷം യുദ്ധം 15 മാസം പിന്നിട്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് രാജി. വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ സ്ഥാനമൊഴിയുവാനാണ് ഹലേവിയുടെ തീരുമാനം. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം മധ്യപൂർവ്വ ഏഷ്യയാകെ അസ്ഥിരമാക്കിയിരുന്നു. അന്ന് കൊല്ലപ്പെട്ടത് 1200-ലധികം ഇസ്രായേലുകളാണ്. 250-ലേറെ പേർ ബന്ദികളാക്കപ്പെട്ടു. വൈകാതെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി. ഒടുവിൽ ജനുവരി 15 15 മാസങ്ങൾക്കിപ്പുറം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു.